സന്ദീപ് ജഡ്ജിയുമായി സംസാരിച്ചിരുന്ന നേരം പുറത്തൊരു കാർ വന്ന് നിൽക്കുകയും അതിൽ നിന്ന് ഒരു പോലീസുകാരൻ ഇറങ്ങി വരികയും ചെയ്തു. താൻ പണ്ട് ജഡ്ജിയായിരുന്ന സമയത്തുള്ള ഏതോ ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വന്നതാണെന്ന് സന്ദീപിനോട് ജഡ്ജി പറഞ്ഞു. പിന്നീട് അവിടെ നിന്ന് സന്ദീപ് യാത്ര പറഞ്ഞിറങ്ങി. ജഡ്ജിയെ തിരുവാതിരയുടെ അന്ന് രാത്രി ഫോൺ വിളിച്ചവർ തന്നെയായിരിക്കണം ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് മടക്കയാത്രയിൽ സന്ദീപ് ഉറപ്പിച്ചു. തിരികെ വന്ന സന്ദീപ് രാത്രി ഉറങ്ങാൻ കിടന്ന നേരം ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ട് എഴുന്നേറ്റു. പുറത്തിറങ്ങിയ അയാൾ അവിടെ ആകെ വീക്ഷിച്ചെങ്കിലും ആരെയും കണ്ടില്ല. പക്ഷേ അവിടെ ഒരു ലെറ്റർ കിടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതയാൾ തുറന്നു വായിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: തിരുവാതിരയുടെ അന്ന് രാത്രി നടന്ന മുത്തശ്ശിയുടെയും കൊച്ചുമകളുടെയും കൊലപാതകത്തെപ്പറ്റി മാത്രമാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്. എന്നാൽ അന്ന് രാത്രി ഈ വീട്ടിൽ മറ്റൊരു കൊല കൂടി നടന്നിരുന്നു. അന്ന് രാത്രി നടന്ന ആ മൂന്നാമത്തെ കൊലപാതകം കൂടി കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കേസ് പൂർത്തിയാക്കാനാകൂ. ആ ലെറ്റർ വായിച്ച ശേഷം സന്ദീപ് അടുത്തുള്ള അയൽവാസികളെ ഒന്നുകൂടി കാണുവാനായി തീരുമാനിച്ചു. അങ്ങനെ അയൽവാസികളുടെ വീട്ടിലെത്തിയ സന്ദീപ് പണ്ട് ജഡ്ജിയുടെ വീട്ടിൽ ആരൊക്കെയായിരുന്നു താമസിച്ചിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അന്ന് ആ വീട്ടിൽ താമസിച്ചിരുന്നത് ജഡ്ജിയും ഭാര്യയും അവരുടെ 3 മക്കളും പിന്നെ അയാളുടെ അച്ഛനും അമ്മയും ആ വീട്ടിലെ കാര്യസ്ഥനായ ഗോപാലൻ ചേട്ടനുമാണെന്നാണ്. കാര്യസ്ഥനായ ഗോപാലൻ ഇപ്പോഴും എറണാകുളത്തെ ആ വീട്ടിലുണ്ടോ എന്ന് സന്ദീപ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി മുത്തശ്ശിയും ലക്ഷ്യയും മരിക്കുന്ന അന്ന് രാവിലെ ഗോപാലൻ ചേട്ടൻ്റെ ബോംബെയിലുള്ള മരുമകൻ മരിച്ചെന്നറിഞ്ഞ് രാവിലെ തന്നെ ബോംബെയിലേക്ക് പോയതാണെന്നും പിന്നീട് മകളെയും കൊച്ചുമകളെയും തനിച്ചാക്കി വരാൻ പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയെന്നും പറഞ്ഞു. അവരിത് പറഞ്ഞപ്പോൾ സന്ദീപിനൊരു കാര്യം മനസ്സിലായി. അന്ന് മരിച്ച മൂന്നാമത്തെ വ്യക്തി കാര്യസ്ഥൻ ഗോപാലനാണെന്ന് അയാൾ ഉറപ്പിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.